ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹബീബിൻ്റെ മാസം സല്ലല്ലാഹു അലൈഹി വസല്ലം വരവായി. മാഷാ അല്ലാഹ്. നമ്മൾ അല്ലഫേലാണല്ലോ. ഇനി ഹുബ്ബു ഹിബ്ബി ഹബ്ബത്തും ഫീ ലുബ്ബി ഖൽബി അംബതത് ഹുബൂബഹാ മാ കുല്ലു ഹബ്ബിൻ മിൻഹു ലിൽ മഹാലി ഹാൽ. ഇവിടെ മഹാലുണ്ട്, മിഹാലുണ്ട്, മുഹാലുണ്ട്. ഇതിൽ കാര്യമായ ബെയ്ത്തിൻ്റെ കണ്ടന്റ് എന്താ പറയുക? അതിൻ്റെ മളുമോന് ഹബീബിനോടുള്ള സ്നേഹം, ആ താമത്തായ മഹബത്ത് വേണം. അത് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക് നന്നാവും. നിസ്കരിച്ചടാ, നല്ല ചെലുക്ക് നടക്കടാ എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. അത് നമുക്കറിയാം. നമ്മളൊരാളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ അയാളെ നമ്മൾ പിന്നെ ഫുള്ളായിട്ട് ഒപ്പിയെടുക്കും. യഥാർത്ഥ സ്നേഹമാണ്. അതേപോലെ മഹബത്തുണ്ടാക്കിയെടുത്താൽ പിന്നെ അമലുകൾ ചെയ്തുകൊണ്ടിരിക്കും. ഹറാമുകൾ ചെയ്യൂല, കറാഹത്തുകൾ ചെയ്യൂല, ഖിലാഫുൽ ഔലകൾ ചെയ്യൂല. പക്ഷെ നമ്മളിത് ചെയ്യണ്ടല്ലോ. അതെന്താ? നമ്മളെ നേതാവിന് നമ്മൾ വേണ്ടത്ര സ്നേഹിക്കണില്ല. അതാണ് പ്രശ്നം. കേൾക്കി. ഹുബ്ബു ഹിബ്ബി. ഹിബ്ബ് പറഞ്ഞാൽ മഹബൂബ്. എൻ്റെ മഹബൂബിനോടുള്ള പ്രേമം അതേതുപോലെയാണ്. ഹബ്ബത്തുൻ ഫി ലുബ്ബി ഖൽബി. എൻ്റെ ഹൃദയത്തിൻ്റെ കാമ്പിലുള്ള, അതായത് എൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിലുള്ള ഒരു ധാന്യമണി പോലെയാണ്. എങ്ങനത്തെ ധാന്യമണിയാണ്? അമ്പത്തത്ത് അത് മുളപ്പിച്ചു. ഹുബൂബഹ, ധാരാളം ധാന്യമണികളെ മുളപ്പിച്ചു. അതായത് ഖൽബകത്ത് യഥാർത്ഥ മഹബത്ത് വന്നാൽ ആ ഒരു മഹബത്ത് കൊണ്ട് ധാരാളം നന്മകൾ നമുക്ക് ചെയ്യാം. നമ്മൾ ചെയ്യാന്നല്ല, നമ്മൾ ചെയ്യും. മഹബത്തുണ്ടെങ്കിൽ. അതല്ലേ ഇവിടെ ഫ്രീക്കന്മാർ വസ്ത്രധാരണയിൽ ചേലും കോലും ഒക്കെ നമ്മൾ പല ആളുകളെയും ഫോളോ ചെയ്യും. അവർ നമ്മളറിയില്ല. ചിലപ്പോൾ നമ്മളെ ജാതി ആവൂല, തനി ഹംകളായിരിക്കും, അവിശ്വാസികളായിരിക്കും, ചിലപ്പോൾ തമ്മാടികളായിരിക്കും. പക്ഷെ എന്തുകൊണ്ടൊക്കെ നമുക്ക് സ്നേഹമൊന്ന് പൊട്ടന്മാർ എന്നല്ലാതെ. എന്നിട്ട് അവർ പറയും പോലെ പറയുക, അവർ ചെയ്യും പോലെ ചെയ്യുക, അവരുടെ വസ്ത്രദാനം നമ്മൾ വസ്ത്രം ധരിക്കുക. അതെന്തേ? ഒരു മഹബത്തുണ്ടാക്കി തീർത്തപ്പോൾ പിന്നെ ഫുള്ളായിട്ട് ഓല ഒപ്പിയെടുത്തു. അതേപോലെ അള്ളാഹുവിൻ്റെ ഹബീബിനെ നമ്മൾ സ്നേഹിച്ചാൽ പിന്നെ ഈ കണ്ണുകൊണ്ട് ഹറാമിലേക്ക് നോക്കൂല, ഈ കാതുകൊണ്ട് ഹറാമ് കേൾക്കൂല, ഈ നാക്കുകൊണ്ട് ഹറാമ് സംസാരിക്കൂല. എന്തേ കാരണം? എൻ്റെ മഹബൂബായ മുത്തിനിക്ക്, എൻ്റെ മഹബൂബായ മുത്തുനബിക്ക് അത് ഇഷ്ടമല്ല. നമ്മൾ ചില കാര്യമല്ലേ, എൻ്റെ അമ്മച്ചിക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ ചെയ്യൂല അല്ലേ. എൻ്റെ വാപ്പ ചെയ്യരുത് പറഞ്ഞതുകൊണ്ട് ഞാൻ ചെയ്യൂല. ചിലപ്പോൾ എൻ്റെ വൈഫിനെ ഇഷ്ടമല്ല, അതുകൊണ്ട് ചെയ്യാറില്ലേ. കണ്ടോ? ഞമ്മക്ക് ചെയ്യാൻ കമ്പുണ്ടെങ്കിലും എൻ്റെ അമ്മക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ ചെയ്യൂല. അതേപോലെ ഞമ്മക്ക് ഓരോന്ന് ചെയ്യാൻ കമ്പുണ്ടെങ്കിലും നമ്മളെ അതിരറ്റ് സ്നേഹിച്ച മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഷ്ടമല്ല, അതൊന്നും ചെയ്യില്ല. മാഷാ അല്ലാഹ്. എന്നിട്ട് മുമ്പ് പറഞ്ഞു നോക്കി, മാ കുല്ലു ഹബ്ബിൻ മിൻഹു,
ആ ധാന്യമണികളിൽ നിന്ന് ഒരു ധാന്യമണിയുമല്ല. ലിൽ മഹാലി ഹാൽ, ലിൽ മഹാലി ഹാല, അത് മഹാലിലേക്ക്, തഗയ്യുറിലേക്ക് തരം മറിയൂല. അതായത് ഒരു വിത്ത് കൊണ്ട് 1000 വിത്തുകൾ കിട്ടി. ആ 1000 വിത്തും നല്ല വിത്തുകളാണ്, പൊള്ളയല്ല, നല്ലതാണ്. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, മഹാലാവുമ്പോൾ മീമിയ മസ്തറാണ്, ഹാല യഹൂലിന് പിടിക്കപ്പെടുക, ഈ തഗയ്യറാണ്. അപ്പം അതിലത്തെ ഒരു ധാന്യമണിയും നശിച്ചിട്ടില്ല, കേടുവന്നിട്ടില്ല. അതായത് അള്ളാഹിൻ്റെ ഹബീബിനെ സ്നേഹിച്ചപ്പോൾ ആ സ്നേഹം കാരണമായിട്ട് ഉണ്ടാവുന്നതൊക്കെ നല്ല അമലായിരിക്കും, മോശമൊന്നും ഉണ്ടാവില്ല. ഇനി മിഹാലാവുമ്പോൾ ഉഖൂബത്ത്, നക്കാൽ, ശിക്ഷ. അപ്പോൾ ആ പ്രേമം കാരണമായിട്ട് നമ്മൾ ശിക്ഷയിലേക്ക് എന്താവില്ല, അകപ്പെടൂല. യഥാർത്ഥ പ്രേമം ഉണ്ടായിക്കഴിഞ്ഞാൽ ശരയ്യായ കാര്യം നമ്മൾ ശരൻസജ്ജയെ ജീവിക്കുള്ളൂ, മാഷാ അല്ലാ. അല്ലെങ്കിലോ മുഹാലു ആക്ക, അഭിന ബാത്തിൽ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഖൽബിൻ്റെ അകത്ത് ഹബീബിനോടുള്ള സ്നേഹം കൃത്യമായി വന്നാൽ പിന്നെ ആ സ്നേഹം കാരണമായിട്ട് ഒരു തെറ്റുകുറ്റവും ഉണ്ടാവില്ല, നന്മ മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ലാഹു തആല ആ മഹബത്ത് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അതില്ലാത്ത കുഴപ്പം നമുക്കിപ്പോൾ ഉള്ളത്. യഥാർത്ഥ മഹബത്തിൻ്റെ ആളുകളാണെങ്കിൽ നമ്മളൊക്കെ എങ്ങനെയായിരിക്കും? മാഷാ അല്ലാ. ഇതാ ഹുബ്ബു മഹ്ബൂബി ഹബ്ബത്തുൻ സാബിതത്തുൻ മഹ്ഫൂളത്തുൻ മുഖസ്സനത്തുൻ ഫീ ശഗഫി ഖൽബി. മഹ്ബൂബിനോടുള്ള പ്രേമം അത് എൻ്റെ കൽബിൻ്റെ അടിത്തട്ടിൽ സൂക്ഷിക്കപ്പെട്ട ദൃഢമായ ഒരു ധാന്യമണി പോലെയാണ്. വഖദ് അംബതത് ഹാദിഹിൽ ഹബ്ബത്തു ഹുബൂബൻ കസീറ. ഈ ഒരു ധാന്യമണി ധാരാളം ധാന്യമണികളെ മുളപ്പിച്ചു. പറഞ്ഞാൽ ഈ ഒരു മഹബത്ത് കൊണ്ട് ധാരാളം നന്മകളെ നമുക്ക് കൊയ്തെടുക്കാം. മാഷാ അല്ലാ. അതിന് ഹബീബിനെ പഠിക്കണം. പഠിക്കുമ്പം സ്നേഹം വർദ്ധിക്കുകയേ ഉള്ളൂ. അല്ലാഹു തആല മഹബത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. നമുക്കിപ്പോൾ യഥാർത്ഥ സ്നേഹമുണ്ടോ? അതോ നമ്മളെ പെണ്ണുങ്ങളോടും കുട്ടികളോടും ഉമ്മാനോടും വാപ്പോഴും നമ്മളെ പറമ്പും വണ്ടിനോടും സ്നേഹം? ശരിക്കാലോചിക്കുക. നമ്മൾ റസൂലല്ലേ, ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിലൊരാളും പരിപൂർണ മുഅ്മിനാവൂല ഹത്ത അഖൂന, ഞാനാവുന്നത് വരെ, അഹബ്ബ ഇലൈഹി, അവനിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവനാവണം, മിൻ വാലിദിഹി, മാതാപിതാക്കളെക്കാളും, വവുൽദിഹി, അവൻ്റെ മക്കളെക്കാളും, വന്നാസി അജ്മഈൻ, എല്ലാവരേക്കാളും ഞാനായിരിക്കണം അഹബ്ബ്, സൂപ്പർലേറ്റീവ് ലഫ്ള്, ഏറ്റവും ഇഷ്ടപ്പെട്ട. നമുക്കങ്ങനെ ആവുണ്ടോ? ഈ റബീഉൽ അവ്വലിലെങ്കിലും നമ്മൾ ചിന്തിക്കണം. എല്ലാത്തിനെയും നേക്കാളും എല്ലാവരുള്ള സ്നേഹത്തിനേക്കാൾ നമുക്ക് അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ സ്നേഹം. മാഷാ അല്ലാ. അല്ലാഹു തആല മഹബത്ത് തരട്ടെ. പുണ്യ ഹബീബ് തന്നെ പറഞ്ഞില്ലേ വളരെ വ്യക്തമായിട്ട്, മൻ അഹബ്ബ സുന്നത്തി, വല്ലവനും എൻ്റെ ചര്യ ഇഷ്ടപ്പെട്ടാൽ, ഫഖദ് അഹബ്ബനി, അവൻ എന്നെ സ്നേഹിച്ചു നിശ്ചയം. വമൻ അഹബ്ബനി, വല്ലവനും എന്നെ സ്നേഹിച്ചാൽ,
കാന മഈ ഫിൽ ജന്ന, അവൻ എന്നോടുകൂടെ സ്വർഗത്തിലാണ്. മാഷാ അല്ലാഹ്. അപ്പം എന്തേ പറഞ്ഞപ്പോൾ ആ മഹബത്ത് എന്താ? പച്ച കുപ്പായും പച്ച കമീസും പച്ച ഒല്ലിയും 10 മൂതലും ഒക്കെ പൊട്ടത്തരാണ്. പിന്നെ വൃത്തിയില്ലാതെ നടക്കുക, ഇതൊക്കെയാണ് മഹബത്ത്? അത് അദമുൽ മഹബത്താണ്, മഹബത്ത് ഇല്ലായ്മയാണ്. യഥാർത്ഥ മഹബത്ത് എന്താ? ഹബീബിൻ്റെ തിരുച്ചര്യയെ സ്നേഹിക്കുക, അത് ജീവിതത്തിൽ കൊണ്ടുവരിക. അഖീദപരമായിട്ടും ഫിഖ് പരമായിട്ടും തസവ്വുപരമായിട്ടും എങ്ങനെ ചെയ്യണം, എങ്ങനെ ചെയ്യണ്ട, എങ്ങനെ വിശ്വസിക്കണം, എങ്ങനെ വിശ്വസിക്കണ്ട, ഖൽബ് എങ്ങനെയാണ്, ഇതൊക്കെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മക്ക് പഠിപ്പിച്ചു തന്നത് നമ്മളെ ഇമാമുമാർ വളരെ കൃത്യമായി നമ്മളെ കിതാബുകൾ വരച്ച് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ കൃത്യമായി ഒരു സുന്നിയായി ജീവിക്കുക, തെഖ്വയോടുകൂടെ ഇഖ്ലാസോടുകൂടെ ജീവിക്കുക, ഇതാണ് ചങ്ങാതി മഹബത്ത്. അതല്ലാതെ വെറും മൗലൂദോത്ത്, വെറും മൗലീദ് ഓതുക, അഷറക്ക ചൊല്ലുക, അതൊക്കെ നല്ലതാണ്. പക്ഷേ ഓനൊരു അമലും നിസ്കാരമില്ല, നോമ്പിത് കുന്തുമില്ല. അപ്പം അതിൻ്റെ അർത്ഥം ചിലപ്പോൾ അങ്ങനത്തെ ഒരാളിത് ചെല്ലുക ചിലപ്പോൾ നന്നാവും, അത് വേറെ വിഷയം. എന്നാലും ഇത് മാത്രമല്ല, യഥാർത്ഥ മഹബത്ത് ഏതാണ്? അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ചര്യ ഉൾക്കൊണ്ട് ജീവിക്കുക. അത് ചിരിയിലും ആ തിരുചര്യയുണ്ട്, കരച്ചിലും ആ തിരുചര്യയുണ്ട്, നോട്ടത്തിലും അതുണ്ട് തിരുചര്യ, കേൾവിയും എല്ലാത്തിലും തിരുചര്യയുണ്ട്. അപ്പം എങ്ങനെ ആ തിരുചര്യയെ ഫോളോ ചെയ്യണം എന്ന് നമ്മളെ അയിമ്മത്ത് ഇമാമുമാർ നമുക്ക് പഠിപ്പിക്കുന്നുണ്ട്. ആ നിലക്കാൻ ജീവിക്കുമ്പോഴാണ് യഥാർത്ഥ മഹബത്ത്. മാഷാ അല്ലാഹ്. മൻ അഹബ്ബ സുന്നത്തി, വല്ലവനും എൻ്റെ തിരുചര്യയെ ഇഷ്ടപ്പെട്ടാൽ ഫഖദ് അഹബ്ബനി, അവനാണ് എന്നെ സ്നേഹിച്ചവൻ. മാഷാ അല്ലാഹ്. അങ്ങനെ അള്ളാഹിനെ ഹബീബ് സ്നേഹിച്ചാലോ, വമൻ അഹബ്ബനി കാന മഈ ഫിൽ ജന്ന. മാഷാ അല്ലാഹ്. എന്നെ സ്നേഹിച്ചാലേ എന്നോടുകൂടെ സ്വർഗത്തേക്ക് പോരാന്ന്. മാഷാ അല്ലാഹ്. എന്തൊരു സന്തോഷം സ്വർഗം കിട്ടലൊക്കെ. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. നിങ്ങൾ കേട്ടിട്ടില്ലേ, ബഹുമാനപ്പെട്ട റബീഅത്ത് ബിൻ കഅബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി തങ്ങളെ ഖാദിമായിരുന്നു. ഒളു കൊടുക്കുന്ന വെള്ളം കൊടുത്തിട്ടും ശുദ്ധീകരണത്തിലെ വെള്ളം കൊടുത്തിട്ടും ഒപ്പുണ്ടാവും. മഹാൻ പറയാ, കുൻതു അബീതു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു, ഹബീബിനോട് കൂടെ ഞാൻ രാപ്പാർക്കും കിടന്നുറങ്ങും. ഫഅതൈതുഹു ബിവളൂഇഹി വഹാജതിഹി, അങ്ങനെ ആവശ്യമുള്ള സമയത്ത് ഹബീബിന് ഒളു കൊടുക്കാനുള്ള വെള്ളം കൊണ്ടേ കൊടുക്കും, ബാക്കിയുള്ള സംഗതികൾ നമ്മൾ തീർത്തു കൊടുക്കും. അങ്ങനെ ഉണ്ടാവുമല്ലോ. നമ്മൾ പറയാതെ ചിലപ്പോൾ നമ്മളെ മക്കൾ ചെയ്യുമ്പോൾ നമുക്ക് വല്ലാത്ത സ്നേഹമായിരിക്കും. അപ്പോൾ ഒരിക്കൽ ഫഅതൈതുഹു ബിവളൂഇഹി വഹാജതിഹി, റസൂലുള്ളാഹി തങ്ങൾ പറയാതെ ഈ ഖിദ്മത്തൊക്കെ ചെയ്തപ്പോൾ ഫഖാല ലി സൽ, മോനെ റബീഅ എന്നോട് ചോദിച്ചു. മഫ്ഊല് കളഞ്ഞിന്, ഉമൂമുണ്ട് അവിടെ, എന്തും ചോദിച്ചു. വല്ലാത്തൊരു പുണ്യാവസരമല്ലേ. ഫഖുൽതു, ഞാൻ ചോദിച്ചു, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, ഹബീബേ അങ്ങോരോട് കൂടെ സ്വർഗത്തിൽ ഒരു കൂട്ടു ജീവിതമാണ് ഞാൻ ചോദിക്കുന്നത്. മാഷാ അല്ലാഹ്. സ്വർഗം ചോദിക്കണമെന്നല്ല,
സ്വർഗം എനിക്ക് തന്നിട്ട് അതിൽ അങ്ങോരോടുകൂടെ ജീവിക്കണം. പൊട്ടൻ വഹാബി പറയും ഹബീബിനോട് സ്വർഗം ചോദിച്ചാൽ ശിർക്കായി. എടോ, അങ്ങനെയാണെങ്കിൽ ഹബീബ് പറയണ്ടേ എന്നോട് ചോദിക്കണ്ട, അതൊക്കെ അള്ളാഹിനോട് ചോദിക്കാൻ പറ്റില്ല മാത്രം പെട്ടാണ് പറയില്ലേ? ഇല്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞേ? അല്ല റബിയായി, അതല്ലാത്ത വേറൊന്നുമില്ലേ? ഇത് വലിയ ചോദ്യമാണല്ലോ. ഹുവദാക്ക്, അത് തന്നെയാണ് ചോദിക്കുന്നത്. അപ്പം റസൂൽ പറഞ്ഞു, ശരി, ഞാൻ സ്വർഗം തരാം, സ്വർഗത്തിൽ കൂട്ടുജീവൻ നൽകാം. പക്ഷെ ഡിമാൻഡ് വെറുതെ ഇരുന്നില്ല, അധ്വാനിക്കണം. എന്താ? ഫൈനി അലാദാലിക്ക ബിക്കസ്റത്തി സുജൂദ്, അതിൻ്റെ മേൽ നീ എന്നെ സഹായിക്കണം, ഹെൽപ്പ് ചെയ്യണം. അതെങ്ങനെയാണ്? ബിക്കസ്റത്തി സുജൂദ്, സുജൂദ് അങ്ങ് വർദ്ധിപ്പിക്കണം. ഇത് കേട്ട് ചില ആളുകൾ വെറുതെ സുജൂദ് ചെയ്യും. അത് ഹറാമാണ്. തിലാവത്തിൻ്റെ സുജൂദ്, നന്ദിൻ്റെ സുജൂദ്, സഹവിൻ്റെ സുജൂദ്, അങ്ങനെ നിസ്കാരത്തെ സുജൂദ്, ഇതേ സുജൂദുള്ളൂ. നമ്മളെ ഇമാമിങ്ങൾ പഠിപ്പിച്ച സുജൂദ്. വെറുതെ എന്താകുക, ഞാൻ അള്ളാഹുലേക്ക് നടക്കട്ടെ സുജൂദ്, അത് ഹറാമാണ്. ചില ആളുകൾ ചില ശൈഖുമാരുടെ മുമ്പിലൊക്കെ സുജൂദ് ചെയ്തു, അതൊക്കെ ത്വരീക്ക് ശരിയല്ല എന്നതിൻ്റെ അർത്ഥം. മാഷാ അല്ലാഹ്. അപ്പം അതിൻ്റെ അർത്ഥം എന്താ അറിയോ? നല്ല പിന്നെ അപ്പം ഈ സുജൂദിൻ്റെ ഉദ്ദേശം എന്താ? വൽ മുറാദു ബിഹി അസ്സുജൂദു ഫിസ്സലാ, നിസ്കാരത്തിലുള്ള സുജൂദാണത്. അപ്പം ചുരുക്കി പറഞ്ഞാൽ നല്ലോ നിസ്കരിച്ചാൽ ഫർള് പിന്നെ ഒഴിവാക്കാൻ പറ്റുമല്ലോ. സകല സുന്നത്തും നിസ്കരിക്കുക, നല്ലോ നിസ്കരിച്ചാൽ ഇൻഷാ അല്ലാഹ് ഞാൻ സ്വർഗം അള്ളാഹുവിനോട് വാങ്ങിത്തരാമെന്ന്. ഈ വഹാബിയൊക്കെ എന്തല്ല. റസൂലുള്ളാഹിനെ സ്വർഗം ചോദിക്കുക, നരകത്തിൽ നിന്ന് കാവൽ തേടാ, നബിയേ എനിക്ക് സ്വർഗം തരണട്ടോ ചോദിക്കുക. എന്താ? ഷഫാഅത്തിന് ക്വാളിഫിക്കേഷനുള്ള മുത്തിനോട് ചോദിക്കുക. ഇന്നലെ പറഞ്ഞില്ലേ, നബിയേ മുത്തുനബിയെ സ്വർഗം വേണം പറഞ്ഞാൽ സ്വർഗം കിട്ടാനുള്ള പണിയെടുക്കുന്ന അള്ളാഹിനോട് പറയുന്നതിനർത്ഥം. അതൊക്കെ ഷോർട്ടാക്കി പറയാം, മുത്തുനബിയെ സ്വർഗം നൽകണേ. ഈ പോട്ടം വഹാബിക്കാൻ തിരിഞ്ഞിട്ടില്ല, ഷിർക്കും തൗഹീദും ഒരു കുന്തോറ്റേക്കും തിരിഞ്ഞിട്ടില്ല. അള്ളാഹു തആല തിരിച്ചു കൊടുക്കട്ടെ. അള്ളാഹു പാവങ്ങളവർ അവർക്ക് എന്താണ് തൗഹീദ്, എന്താണ് ഷിർക്ക് എന്നും തിരിച്ചു കൊടുക്കുക. എന്നാൽ പിന്നെ ഈ ഔട്ടാളം പറഞ്ഞു കൊടുക്കില്ലല്ലോ. മാഷാ അല്ലാഹ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഹബ്ബു ഹിബ്ബി ഹബ്ബത്തും ഫീ ലുബ്ബി ഖൽബി അംബതത് ഹുബൂബഹാ മാ കുല്ലു ഹബ്ബിൻ മിൻഹു ലിൽ മാഹാലി ഹാൽ. ഹബീബിനെ സ്നേഹിക്കണം. ഹബീബിൻ്റെ പേര് സ്വലാത്ത് ചൊല്ലി 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 നമ്മളെന്തു വേണം? ഉഷാറാവണം. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അപ്പോൾ ഈ ബൈത്തിൻ്റെ കണ്ടന്റ് മദ്മൂൻ എന്താ? അകത്തു വല്ലാസിൽ സ്നേഹിക്കണം. വെറുതെ ഈ ലാഹിരിയായ കിഷിരിയായ സ്നേഹം പോരാ. അതിപ്പോൾ എല്ലാവരും കഴിച്ചു തൊള്ളോണെങ്കിൽ പറയാൻ. കൽബിൻ്റെ അകത്ത്, കൽബിൻ്റെ ഉള്ളിൽ സ്നേഹം വേണം. ആ സ്നേഹം നമുക്ക് ഉണ്ടാവേണ്ട. അല്ലാഹു തആല മഹാൻക്ക് ആ സ്നേഹം ഉണ്ട് മുമ്പിൽ പറഞ്ഞത്. എൻ്റെ കൽബിൻ്റെ ഉള്ളിൽ ആ സ്നേഹം വന്നപ്പോൾ പല ഉപകാരങ്ങൾ കിട്ടി. അല്ലാഹു തആല നമുക്ക് പരിപൂർണമായ ഹിദായത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. റസൂലുള്ളാഹി തങ്ങളെ അപദാനങ്ങൾ പറയുന്നതിന് ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മളൊക്കെ നന്നാക്കി തരട്ടെ. അൽഹംദുലില്ലാഹ്.